Hello, myself Dr. Abbas Vattoli, Assistant Professor, Amal College of Advanced Studies, Nilambur. ഈ വീഡിയോയിൽ ഒരു ടാക്സ് പേയിങ് സാലറീഡ് ഇൻഡിവിജ്വൽ ഹോം ലോൺ അവെയിൽ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് സബ്സിഡിയും ടാക്സ് ബെനിഫിറ്റും ഉൾപ്പെടെ എത്ര രൂപയുടെ സേവിങ്സ് ഉണ്ടാകും, അതല്ലെങ്കിൽ അയാളുടെ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിട്ട് കുറയും എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 3 സിറ്റുവേഷൻസ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് 1 എന്ന് പറയുന്നത് നോ ടാക്സ് സേവിങ് നോ സബ്സിഡി. കേസ് 2 എന്ന് പറയുന്നത് ടാക്സ് സേവിങ് ഉണ്ട് ബട്ട് നോ സബ്സിഡി. കേസ് 3 എന്ന് പറയുന്നത് ടാക്സ് സേവിങ്ങും ഉണ്ട് സബ്സിഡിയും ഉണ്ട്. ദെൻ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് ഈ ഓരോ കേസിലും വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന പ്രോഫിറ്റ് എത്രയാണ് സേവിങ്സ് എന്നുള്ളത് അനലൈസ് ചെയ്യുക. ലെറ്റ്സ് ഗോ ടു ദ analysis. This is the first case. അഥവാ അയാൾ ടാക്സ് സേവിങ്ങും ഇൻട്രസ്റ്റ് സബ്സിഡിയും ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മളൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ എടുത്തുള്ളത് 60,000 പെർ മന്ത് സാലറി. അപ്പോൾ ഒരു വർഷത്തേക്ക് 7,20,000. ഹോം ലോൺ 20 lakhനാണ്. ഇൻട്രസ്റ്റ് റേറ്റ് 8.36% ആണ്. അപ്പോൾ EMI ആയിട്ട് 19,531 അയാൾ ഒരു മാസം അടക്കണം. ഇയാള് ഫസ്റ്റ് ഇയറിൽ ഇയാൾക്ക് ഇൻട്രസ്റ്റിലേക്കുള്ള എമൗണ്ട് വരുന്നു 1,64,565 റീപേയ്മെന്റ് വരും. പ്രിൻസിപ്പലിലേക്ക് 69,807 രൂപ റീപേയ്മെന്റ് വരും ഒരു വർഷത്തേക്ക്. ഇങ്ങനെ 15 years അയാൾ എന്ത് ചെയ്യണം, റീപേയ്മെന്റ് നടത്തണം. ഇയാളുടെ ഫസ്റ്റ് ഇയറിൽ അയാളുടെ ടാക്സ് എന്ന് പറയുന്നത് സേവിങ്സ് ഒന്നും അവൈൽ ചെയ്യാത്തതുകൊണ്ട് 7,20,000 58,760 രൂപ അയാൾക്ക് ഇൻകം ടാക്സ് വരും. അതുപോലെ 20 ലക്ഷം ലോൺ എടുത്തത് 15 വർഷം കഴിയുമ്പോൾ 15,15,581 രൂപ ഇൻട്രസ്റ്റ് അടക്കം 35,15,581 രൂപ അയാൾ തിരിച്ചടക്കണം. ഇനി നമ്മൾ സെക്കൻഡ് കേസ് എടുക്കുകയാണെങ്കിൽ, അഥവാ ടാക്സ് സേവിങ് ഉണ്ട് പക്ഷെ ഇൻട്രസ്റ്റ് സബ്സിഡി അയാൾ അവൈൽ ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ അതിന് അയാൾ എലിജിബിൾ അല്ല. അപ്പോൾ ഇതേ എക്സാമ്പിൾ തന്നെയാണ്. 7,20,000 ആനുവൽ ഇൻകം ഉണ്ട്. ദെൻ ഹോം ലോൺ 20 lakh. ഇൻട്രസ്റ്റിലേക്ക് ഫസ്റ്റ് ഇയറിൽ 1,64,565 പ്രിൻസിപ്പലിലേക്ക് 69,807 റീപേ ചെയ്യുന്നുണ്ട്. EMI നേരത്തെ പറഞ്ഞ പോലെ 19,531 മന്ത്ലി. പക്ഷെ ഇവിടെ അയാൾക്ക് ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാക്സ് ഡിഡക്ഷൻ 2 രീതിയിലാണ്. ഇൻട്രസ്റ്റിലേക്കുള്ള പേയ്മെന്റിന് 2 ലക്ഷം വരെയും പ്രിൻസിപ്പലിലേക്കുള്ള പേയ്മെന്റിന് 1,50,000 വരെയുമാണ് ഡിഡക്ഷൻ ഉള്ളത്. പക്ഷെ നമ്മൾ ഈ കേസിൽ ഇൻട്രസ്റ്റിന്റെ 2 lakh വരെ ഉള്ളത് എടുക്കുന്നുണ്ട്. പക്ഷെ പ്രിൻസിപ്പലിന്റെ റീപേയ്മെന്റിന്റെ ഡിഡക്ഷൻ ഒരു റിയലിസ്റ്റിക് സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ 90,000 എടുക്കുന്നുള്ളൂ. കാരണം 80Cയിലാണ് നമുക്ക് 1,50,000 വരെ ഡിഡക്ഷൻ ഉള്ളത്. പക്ഷെ ഈ 80Cയിൽ ഒരുപാട് മാൻഡേറ്ററി നാച്ചുറുള്ള കമ്മിറ്റ്മെന്റുകൾ നമുക്ക് ഉണ്ടാവും. ഉദാഹരണമായിട്ട് PFലേക്ക് ഒരു 2,000, SLIയിലേക്ക് ഒരു 1,000, ഒരു GISലേക്ക് ഒരു 500, ഒരു LIC പോളിസിയിലേക്ക് ഒരു 1,500. അങ്ങനെയൊക്കെ മന്ത്ലി കമ്മിറ്റ്മെന്റ് ഒരു 5,000 രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മൾ 60,000 ഈ രീതിയിൽ നമുക്ക് കോട്ട ഫില്ലായി പോകും. അപ്പോൾ ബാക്കി 1.5 ലക്ഷത്തിൽ ബാക്കി ഇനി 90,000 രൂപ വരെയാണ് പരമാവധി നമുക്ക് ഈ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ റീപേയ്മെന്റിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. അതുകൊണ്ട് 90,000 ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഇയറിൽ അയാൾ 2 ലക്ഷത്തിന് താഴെയാണ് അയാളുടെ ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ 90,000 താഴെയാണ്. അതുകൊണ്ട് അയാൾ അടക്കുന്ന 2,34,372 റീപേയ്മെന്റും അയാൾക്ക് ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അങ്ങനെ ടാക്സബിൾ എമൗണ്ട് 7,20,000 ഉള്ളത് 4,85,628 കുറയും. അതുകൊണ്ട് അയാൾക്ക് ആ വർഷം ടാക്സ് വരില്ല. കാരണം 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ റിബേറ്റും കിട്ടുമ്പോൾ അയാൾക്ക് ടാക്സ് ഒന്നും വരില്ല. അതുകൊണ്ട് ഇൻകം ടാക്സ് ഇനത്തിൽ അയാൾക്ക് ആ വർഷം സേവിങ്സ് കിട്ടുന്നത് 58,760 ആണ്. കാരണം നേരത്തെ ആൾക്ക് 58,760 ടാക്സ് വന്നിരുന്നു, ഇയാൾ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പൊ 58,760 ഒന്നാമത്തെ വർഷം സേവിങ്സ് വന്നു. ഇനി ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരും, പ്രിൻസിപ്പലിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടി വരും. അപ്പോൾ ഇവിടെ നോക്കാം, 1,64,565 ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റിലേക്ക് അടവ് പോകുന്നുണ്ടെങ്കിൽ അത് 10ാമത്തെ വർഷമാകുമ്പോൾ ഇൻട്രസ്റ്റിലേക്ക് പോകുന്ന 86,622 അവസാനത്തെ വർഷം ആകെ 10,277 ആണ്.
അതേസമയം പ്രിൻസിപ്പളിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഫസ്റ്റ് ഇയറിൽ 69,807 ആയിരുന്നെങ്കിൽ 10ാമത്തെ വർഷം എത്തുമ്പോൾ അത് 86,000 പ്രിൻസിപ്പലിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലാവും 10ാമത്തെ വർഷം എത്തുമ്പോൾ അത് 1,47,750 ആകും. അതുപോലെ 15ാമത്തെ വർഷം എത്തുമ്പോൾ 2,24,095 ആകുന്നുണ്ട്. എനിവേ നമുക്ക് ഡിഡക്ഷൻസ് കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഡിഡക്ഷന്റെ എമൗണ്ട് നമുക്ക് കുറഞ്ഞു വരികയാണ്. അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസിപ്പളിലേക്കുള്ള കോൺട്രിബ്യൂഷനിൽ പരമാവധി 90,000 വരെയാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നുള്ളൂ. അത് ഏകദേശം 6ാമത്തെ വർഷം മുതൽ അങ്ങോട്ട് അതിൽ കൂടുതൽ വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ വർഷം നമുക്കറിയാം 2,24,095 രൂപ പ്രിൻസിപ്പൽ ഇനത്തിൽ നമ്മൾ തിരിച്ചടക്കുന്നുണ്ടെങ്കിലും നമുക്ക് 90,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടുന്നുള്ളൂ. അതിലധികം അടച്ച ബാക്കിയുള്ള പൈസക്ക് നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. എനിവേ ആ വർഷം നമുക്ക് സേവിങ്സ് ഓരോ വർഷവും ടാക്സ് ഇനത്തിൽ സേവ് ചെയ്യുന്ന സംഖ്യ ടോട്ടൽ ചെയ്താൽ 6,38,850 വരും. അഥവാ നമ്മൾ 15,15,581 രൂപ ഇൻട്രസ്റ്റ് അടക്കേണ്ടടുത്ത് 6,38,850 രൂപ ടാക്സ് സേവിങ് വന്നുകൊണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് 8,76,731 ആണ്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് റീപേയ്മെന്റ് നടത്തുന്നത് 20 ലക്ഷം പ്ലസ് ഈ 8,76,731, അപ്പോൾ 28,76,731 ആണ്. ഇതിനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു വർഷം നമുക്ക് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 5.16%. നമ്മൾ എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 8.36%. പക്ഷെ ഈ 6,38,850 15 വർഷത്തിനിടയിൽ നമുക്ക് ടാക്സ് സേവിങ് കിട്ടിയത് കൊണ്ട് നമ്മുടെ ഇൻട്രസ്റ്റ് 5.16% കുറയും. ദെൻ നമുക്ക് ഇനി മൂന്നാമത്തെ കേസ് പരിഗണിക്കാം. അഥവാ ടാക്സ് സേവിങ്ങും എൻജോയ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് സബ്സിഡിയും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് സബ്സിഡിയെ കുറിച്ച് നമുക്ക് എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡി അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏരിയയിലായിരിക്കണം സ്റ്റേ ചെയ്യേണ്ടത്. അതേപോലെ നമ്മുടെ വീടിന്റെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് 160 മീറ്റർ സ്ക്വയറിന് താഴെ ആയിരിക്കണം. MIG 1 എന്നുള്ള പ്ലാൻ അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഥവാ 1,291 സ്ക്വയർ ഫീറ്റിന് താഴെ ആയിരിക്കണം. അതുപോലെ നമ്മുടെ ഇൻകം 6 to 12 ലാഖിന് ഇടയിലാവണം. ഈ ടിപ്പിക്കൽ എക്സാമ്പിളിൽ അങ്ങനെയാണുള്ളത്. അതിന്റെ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിലും ഈ സബ്സിഡി സ്കീം അവൈലബിൾ ആണ്. അതിന്റെ കുറവ് ഇൻകം ആണെങ്കിലും സബ്സിഡി സ്കീം അവൈലബിൾ ആണ്. ഇൻകം കുറയുമ്പോൾ ശരിക്കും നമ്മുടെ സബ്സിഡി റേറ്റ് കൂടുക ചെയ്യുക. 6 മുതൽ 12 ലക്ഷം വരെയുള്ളവർക്ക് 4% സബ്സിഡി. അതിന് താഴേക്ക് വരുമ്പോൾ 6% വരെ സബ്സിഡി കിട്ടും. അതുപോലെ ഇൻകം 12 ലക്ഷത്തിന് മുകളിൽ പോകുമ്പോൾ സബ്സിഡി റേറ്റ് 3% കുറയും. അത് ഓരോ സ്കീമിനനുസരിച്ചാണ് കിട്ടുന്നത്. ഈ സ്കീമിൽ നമുക്ക് പരമാവധി 2,30,000 വരെ സബ്സിഡി ആയിട്ട് ലഭിക്കാൻ പറ്റും. ഇനി നമുക്ക് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ അതേപോലെ 7,20,000 ഇൻകം, ലോൺ 20 ലക്ഷം. ഇവിടെ സബ്സിഡി എമൗണ്ട് ഇയാൾക്ക് 1,94,916 കിട്ടും. ഇത് നമ്മുടെ മാക്സിമം ടെണർ 20 ഇയേഴ്സിലേക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 2,30,000 വരും. പക്ഷെ അത് നമ്മൾ 15 വർഷത്തേക്ക് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള 1,94,916 ആണ് കിട്ടുന്നത്. ഏകദേശം ഫസ്റ്റ് 9 ലാഖിന് മാത്രമേ ഈ സബ്സിഡി അവൈൽ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടുള്ളൂ. ആ 9 ലാഖിന്റെ 4% എന്നുള്ള ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് ഇത് വന്നിട്ടുള്ളത്. ദെൻ അപ്പോൾ നമുക്ക് ഈ സബ്സിഡി അപ്ഫ്രണ്ട് ആയിട്ട് നമ്മുടെ ലോൺ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്നത് കൊണ്ട് 20 ലാഖ് ലോൺ എടുത്തതിൽ നിന്ന് ഈ 1.94 അപ്പം തന്നെ നമുക്ക് റീപേയ്മെന്റ് ആയി. അതുകൊണ്ട് ബാക്കി ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇനി 18,05,084 ഉണ്ടാവുള്ളൂ. അതിന്മേല് നമുക്ക് ഇൻട്രസ്റ്റ് 8.36 വരുമ്പോൾ 1,48,527 ഇൻട്രസ്റ്റിലേക്കും 63,003 രൂപ പ്രിൻസിപ്പളിലേക്കും ഫസ്റ്റ് ഇയറിൽ നമ്മൾ അടവാക്കണം. അതുപോലെ തേർഡ് ഈ സിറ്റുവേഷനിൽ സബ്സിഡി ലഭിച്ചുകൊണ്ട് തന്നെ നേരത്തെ 19,500 സംതിങ് EMI അടച്ചത് ഇനി മുതൽ 17,622 EMI അടച്ചാൽ മതി. ഈ സബ്സിഡി നമ്മൾ ലോൺ എടുത്ത് ആദ്യത്തെ 3 മാസത്തിനകത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും നമുക്ക് ഈ സ്കീം അവൈൽ ചെയ്യാം. ഇതിന്റെ പേര് PMAY CLSS MIG
1 എന്നുള്ള സ്കീമാണ് ഈ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MIG2 ഉണ്ട്, LIG എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് സ്കീംസുകൾ ഉണ്ട്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മൊത്തം സേവിങ്സിൽ ഒന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്കൊരു സേവിങ്സ് എക്സ്ട്രാ വരും. നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന ഇൻട്രസ്റ്റും ഇപ്പോൾ ഈ കേസിൽ സബ്സിഡി കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആദ്യം 1,60,000 സംതിങ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 1,48,000 ഉള്ളൂ. അങ്ങനെ ഒരു വർഷത്തേക്ക് 16,000 സേവിങ് ഫസ്റ്റ് ഇയറിൽ. അങ്ങനെ ടോട്ടൽ 15 വർഷം കഴിയുമ്പോൾ 1,47,703 രൂപ ഇൻട്രസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് സേവ് ചെയ്തു വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് 1.94 നമ്മുടെ ലോണിലേക്ക് റീഫണ്ട് വന്നുകൊണ്ട് 20 ലക്ഷം എടുത്തുകണെങ്കിലും 18 ലക്ഷത്തിനുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1,47,703 രൂപ ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് സേവിങ്സ് വരും. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് സേവിങ് അതേപോലെ ഉണ്ടാവും. 2 lakh വരെ ഇൻട്രസ്റ്റിനും 90,000 വരെ പ്രിൻസിപ്പളിനും സേവിങ്സ് ഉണ്ടാവും. അത് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ ഓരോ വർഷവും കമ്പ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സേവിങ്സ് ഇൻ ടാക്സ് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഇയറിൽ 43,999 ആണ്. അങ്ങനെ ഓരോ വർഷം കഴിഞ്ഞപ്പോൾ അവസാനത്തെ വർഷം 20,649 ആണ്. ഇവിടെ നമ്മൾ നേരത്തെ നമുക്ക് സേവിങ്സ് 58,000 ഉണ്ടായിരുന്നു ഒന്നാമത്തെ വർഷം. ഇവിടെ സേവിങ് കുറയും, 43,000 ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ റീപേയ്മെന്റ് കുറവാണ്. EMI കുറഞ്ഞിട്ടുണ്ട്. EMI കുറയുമ്പോൾ ഓരോ വർഷവും നമ്മൾ തിരിച്ചടക്കുന്ന എമൗണ്ട് കുറയും. ആ എമൗണ്ടിനാണല്ലോ ഡിഡക്ഷൻ ഉള്ളത്. അങ്ങനെ 5,49,663 രൂപ മൊത്തം ടാക്സ് സേവിങ് ആയിട്ടും നമുക്ക് മൂന്നാമത്തെ കേസിൽ കിട്ടും. അപ്പോൾ ഈ ടാക്സിലുള്ള സേവിങ്സും ഇൻട്രസ്റ്റിലുള്ള സേവിങ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടലായിട്ട് നമുക്ക് 6,97,366 രൂപ എന്തിട്ട് സേവിങ്സ് കിട്ടി. അതുകൊണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 8,18,215 ആണ്. 13 ലക്ഷം ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിലും നമുക്ക് 8,18,215 ആണ് നെറ്റ് ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ റീപേയ്മെന്റ് വരുന്ന എമൗണ്ട് 26,23,298 ആയിരിക്കും. 20 ലക്ഷം ലോൺ എടുക്കുമ്പോൾ നമ്മൾ തിരിച്ചടക്കുന്നത് 26,23,298. അതിന്റെ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നപ്പോൾ 3.78% ആയിട്ട് കുറയും. അപ്പോൾ മൂന്നാമത്തെ കേസിൽ സബ്സിഡി അടക്കമുള്ളതാണ്. നമുക്ക് ഇനി ജസ്റ്റ് ഇതിന്റെ ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ അഡ്വാൻറ്റേജുകൾ വരുന്നത് എന്നുള്ളത്. ഇതാണ് കമ്പാരിസൺ ടേബിൾ കാണിച്ചുള്ളത്. എല്ലാ കേസിലും സാലറി ഇൻകം 7,20,000 ആണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. 20 lakh ആണ് ലോൺ എമൗണ്ട് അസ്യൂം ചെയ്തിട്ടുള്ളത്. EMI ആദ്യത്തെ 2 കേസിൽ നമുക്ക് 19,531 വരുമെങ്കിൽ സബ്സിഡി അവൈൽ ചെയ്താൽ നമുക്ക് 17,628 ഒരു മാസം തിരിച്ചടക്കേണ്ടതുള്ളൂ. നമ്മൾ ടാക്സിലുള്ള സേവിങ്സ് അഥവാ രണ്ടാമത്തെ കേസിൽ ടാക്സ് സേവിങ് മാത്രം എടുക്കുകയാണെങ്കിൽ 6,38,850 രൂപ സേവിങ്സ് വരും. മറ്റേതാണെങ്കിൽ 5,49,663 സേവിങ്സ് വരും. ഇൻട്രസ്റ്റിലുള്ള സേവിങ്സ് അവസാനത്തെ കേസിൽ സബ്സിഡി കേസിൽ 1,47,703 സേവിങ്സ് വരും. അങ്ങനെ ഇഫക്റ്റീവ് റീപേയ്മെന്റ് വരുന്നത് ഒരു സേവിങ്സും ഇല്ലെങ്കിൽ 35,15,551 തിരിച്ചടക്കണം. ടാക്സ് സേവിങ് കിട്ടുന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ്ലി നമ്മൾ 28,76,731 ആയിരിക്കും തിരിച്ചടക്കുന്നത്. അതേസമയത്ത് സബ്സിഡിയും അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 26,23,298 ആയിരിക്കും തിരിച്ചടക്കുന്നത്. അപ്പൊ അതിന്റെ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 8.36%, 5.16%, അതുപോലെ 3.78% എന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ടാക്സ് സേവിങ് നമ്മൾ 80Cയിൽ 90,000 രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള അസംഷനിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ അല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവിങ്സുകൾ നമ്മൾ കുറക്കണം. ഉദാഹരണമായിട്ട് PFലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ കുറക്കണം. പുതുതായിട്ട് LIC പോളിസികൾ അങ്ങനത്തെ പർച്ചേസ് ചെയ്യുന്നത് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ ഈ ടാക്സിന്റെ 90,000 രൂപ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ 80Cയിൽ. അതുപോലെ നമുക്ക് ഇൻഫ്ലേഷൻ റേറ്റിന്റെ താഴെയാണെങ്കിൽ, ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോൾ 7% അസ്യൂം ചെയ്താൽ അതിന്റെ താഴെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലോണിൽ പർച്ചേസ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റബിൾ ആവും. കാരണം നമ്മുടെ അസറ്റിന്റെ വാല്യുവേഷൻ ആ പീരീഡ് 15 വർഷം കഴിയുമ്പോഴേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ റേറ്റിൽ ഗ്രോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരും. I hope you understood the discussions. Thank you for watching. Have a nice day.